ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷൻ മോഷൻ ഓർ സർക്കുലാർ മോഷൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലീനിയർ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലേ, ശരിയല്ലേ? ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് അല്ലെ ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ലീനിയറായി മൂവ് ചെയ്തു. അപ്പോൾ അത് സഞ്ചരിച്ച ദൂരമായിരുന്നു അവിടുത്തെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. അതിനെ നമ്മൾ ടൈമിംഗ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കിട്ടുമായിരുന്നു. ആ വെലോസിറ്റീനെ ടൈം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടുമായിരുന്നു. ഇത്രയല്ലേ നമ്മൾ ലീനിയർ മോഷന്റെ കേസിൽ പഠിച്ചത്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു, വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ബൈ ടി ആണ്, ആക്സലറേഷൻ എ എന്ന് പറയുന്നത് വെലോസിറ്റി വി ബൈ ടി ആണ്. ഇത്രയും ലീനിയർ മോഷന്റെ കേസിലിരിക്കെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് സർക്കുലാർ മോഷനാണ്. അപ്പം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എനി ബോഡി ദാറ്റ് ഈസ് ഈ റൊട്ടേഷണൽ മോഷൻ, ഇങ്ങനെ മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് മൂവ് അറൗണ്ട് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ അല്ലേ. ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറമേ ഉള്ള വശം. ദാറ്റ് മീൻസ് എനി ഒബ്ജക്റ്റ് which moves around the circumference of a സർക്കിൾ. അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയണത്? സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ. അതിന്റെ നടുക്കൊരു പോയിന്റ് ഇല്ലേ, സെന്റർ എന്ന് പറയാവുന്ന ഒരു പോയിന്റ്. ആ സെന്റർ എന്ന് ഇപ്പൊ നോക്കുക, എന്റെ ബോഡി അല്ലെങ്കിൽ ഞാൻ മൂവ് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ പോയിന്റ് ആദ്യം ഇതായിരുന്നു. ഞാൻ ഇവിടെ മുതൽ മൂവ് ചെയ്ത് ഇവിടം വരെ വന്നു, ഈ പോയിന്റേ വന്നു, ആ പോയിന്റാണ് ബി. അങ്ങനെയെങ്കിൽ ഞാൻ എത്രമാത്രം മൂവ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എനിക്ക് സെൻട്രലിൽ നിന്ന് ഈ പോയിന്റോട്ടും വരയ്ക്കാം, ശരിയല്ലേ? അപ്പൊ ഇതാണ് എനിക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റിനെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് പോലെ അല്ല അളക്കുന്നത്. ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് തീറ്റ. ദാറ്റ് മീൻസ് ദ ആംഗിൾ സെപ്റ്റ് എന്ന് പറയാം, കവർ ചെയ്യുന്നത്. സെപ്റ്റ് അല്ലെ കവേർഡ്, കവറിങ് ബൈ ദ പാർട്ടിക്കിൾ ഓർ ഒബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു പമ്പരം കറക്കുന്നത്, ഒരു ബോഡി, ഇപ്പം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത്, ഇങ്ങനെയുള്ള പല പല എക്സാമ്പിൾ എടുക്കുമ്പം അതെല്ലാം നമ്മൾ സർക്കുലാർ മോഷനിലാണ് പെടുത്തുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസിന് പകരം ഇവിടെ കിട്ടുന്ന ഡിസ്റ്റൻസ് ഏതാണ്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഏതിലാണ്? തീറ്റ. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ വെലോസിറ്റി എന്നല്ല നമ്മൾ പറയണത്, ആംഗുലാർ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ഒമേഗ, അതെന്ന് പറയണത് തീറ്റ ബൈ ടൈം. അടുത്തത് ആംഗുലാർ ആക്സലറേഷൻ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ, വെലോസിറ്റി ബൈ ടൈം ഒമേഗ ബൈ ടി. മനസ്സിലായോ? 3 കേസുകൾ ലീനിയർ മോഷനിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ സർക്കുലാർ മോഷനിലും എന്തൊക്കെയുണ്ട്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്റ്റൻസ് അല്ലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും, ആയിരിക്കും കുറച്ചുകൂടെ നല്ല വാക്ക്.
ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി എഴുതുന്നത് ഒമേഗ, ഒമേഗ ബൈ ടൈം ആക്സലറേഷൻ, ആംഗുലാർ ആക്സലറേഷൻ എഴുതുന്നത് ആൽഫ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ എക്സിന് പകരം എന്തായി? തീറ്റയായി. ഇവിടുത്തെ വെലോസിറ്റിക്ക് പകരം എന്നായി? ഒമേഗയായി. ഇവിടുത്തെ എക്ക് പകരം എന്തായി? ആൽഫയായി. ഇത്രയല്ലേ വ്യത്യാസം വന്നുള്ളൂ. ആക്ച്വലി ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ. എഴുതിയെടുക്കാവോ? റൊട്ടേഷൻ മോഷൻ ഓർ സർക്കുലർ മോഷൻ. പക്ഷെ ഒരു സൈഡിലോട്ട് മാറ്റി ഇത് മൂന്നും എഴുതണം. അതും ഇതും ഒരു കളത്തിലിടണം, ഒറ്റയടിക്ക് വായിക്കാൻ. ഇനി ഹലോ ഹലോ കേൾക്കാം. അയ്യോ, ബോർഡ് മാഞ്ഞു പോയല്ലേ? നിങ്ങള് എഴുതിയെടുത്തായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ലീനിയർ വെലോസിറ്റിയുടെ ലെറ്റർ വി അല്ലായിരുന്നോ? ആംഗുലാർ വെലോസിറ്റിയുടെ ലെറ്റർ ഏതായിരുന്നു? omega. Then now I am introducing the relation between linear velocity and angular velocity. So the relation between linear velocity and angular velocity, v is equal to r into omega. Very, very important. ഒരു റൊട്ടേഷണൽ മോഷന്റെ വെലോസിറ്റി തന്നാൽ അതിന് ഈ വെലോസിറ്റി ആക്കാൻ ഡിസ്പ്ലേസ്മെന്റ് തന്നാൽ, ഡിസ്പ്ലേസ്മെന്റ് തന്നാൽ ഈ വെലോസിറ്റി തന്നാൽ ആംഗുലാറിലോട്ട് മാറ്റാം, എല്ലാ അതിലോട്ട് മാറ്റാനുള്ള ഏറ്റവും അത്യാവശ്യകരമായ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഏതാണ്? പഠിച്ചേ പെട്ടെന്ന് തന്നെ. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറഞ്ഞാൽ വി എന്നാണ്? ലീനിയർ വെലോസിറ്റി, ആറ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. സോറി, ഒമേഗ ആംഗുലാർ വെലോസിറ്റി. വി ആംഗുലാർ, സോറി, ലീനിയർ വെലോസിറ്റി വി, ആംഗുലാർ വെലോസിറ്റി ഒമേഗ, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആറ്, then v is equal to r into omega. മനസ്സിലായോ? Then ഒറ്റ ഹെഡിങ്ങോടെ ഉള്ളു ഇതിനകത്ത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂവൽ ഫോഴ്സ്. എന്നൊക്കെ ഞാൻ പറഞ്ഞ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാന്നറിയാവോ? സെൻട്രിഫ്യൂവൽ ഫോഴ്സ്. ഇത്തിരി ചോദ്യം വരും ഇതിനകത്ത്. ഇത് പറയണമെങ്കിൽ ഹലോ ഹലോ നിങ്ങൾക്ക് കേൾക്കാം, എനിക്ക് കേൾക്കത്തൂല, കാണത്തൂല. അപ്പം സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂവൽ ഫോഴ്സും പറയണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പറയേണ്ട മറ്റൊരു ടേം ഉണ്ട്, മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്നായിരുന്നു? ലീനിയർ മൊമെന്റം, അതിന്റെ ലെറ്റർ ഏതായിരുന്നു? നിങ്ങൾ എൻ്റെ കൂടെ എഴുതി പോരല്ലേ, പിന്നെ ക്ലോസ് ആയി പോയി പറ്റില്ലേ. ലീനിയർ മൊമെന്റത്തിന്റെ ലെറ്റർ ഏതായിരുന്നു? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് മാറ്റിക്കോട്ടെ. സോ ലീനിയർ മൊമെന്റം പി ഇസ് ഈക്വൽ ടു എം വി ആണെങ്കിൽ ഒരു റൊട്ടേഷന്റെ കേസിൽ നമ്മൾ പറയുന്നതാണ് ആംഗുലാർ മൊമെന്റം. എന്താണ്? ആംഗുലാർ മൊമെന്റം. ലെറ്റർ എൽ ആണ്. ഓക്കെ, റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ആർ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് ലീനിയർ ആയിട്ട് എത്ര മാറ്റം വന്നു? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. എൽ ഈസ് ഈക്വൽ ടു ആംഗുലാർ മൊമെന്റ്. അപ്പൊ ഈ ആംഗുലാർ മൊമെന്റത്തിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൂമി കറങ്ങൂലോ.
എവിടെ കിടന്നാ കറങ്ങണേന്നാ പറയണേ? ഇതിന്റെ നടുക്കോടി എന്തുണ്ട്? ഒരു ആക്സിസ് ഉണ്ട് അല്ലേ? പമ്പരം കറങ്ങുന്നത് എവിടെ കിടന്നോണ്ടാ കറങ്ങണേ? ആ തിരിക്കുന്ന നടുക്ക് ഒരു ആക്സിസ് ഉണ്ട് അല്ലേ? നിങ്ങൾ സ്കൂളിൽ വിബ്ജിയോർ ഉണ്ടാക്കി ഒരു പേന നടുക്ക് കുത്തി കയറ്റി വയലറ്റ് ഇന്ത്യ കറക്കി മഴവില്ലുണ്ടാക്കി വൈറ്റ് കളർ കണ്ടപ്പം അതിന്റെ സെൻട്രലിലൂടെയും ഒരു ആക്സിസ് ഉണ്ടായിരുന്നു. ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നേരെ 90 ഡിഗ്രി മുകളിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഇതാ ഇങ്ങനെ, ശരിയല്ലേ? ഇങ്ങനെ ഇതിനകത്ത് വരച്ച് കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ വരച്ചാണ്. ഇങ്ങനെ വരച്ചാല് ഇവിടുന്ന് തുളഞ്ഞു കയറി താഴ്ത്തോട്ട് ഏകദേശം അങ്ങനെ തോന്നില്ല കാണുമ്പം? ഈ പേപ്പറിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഏതിന്റെ ഡയറക്ഷൻ? ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. വരച്ചോ? സോ the angular momentum is always perpendicular to the plane of rotation. അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ പേപ്പറിന്റെ പ്ലെയിൻ എങ്കിൽ അതിൽ നിന്ന് മുകളിലേക്ക് ഈ ബോർഡെ വരച്ച ബോഡിയിൽ നിന്ന് എന്റെ നേരെ തള്ളി നിൽക്കും, അല്ലെ നിങ്ങളുടെ ബോർഡിനകത്തോട്ട് തള്ളി. 90 ഡിഗ്രിയിൽ നമ്മളുടെ റൊട്ടേഷൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. ഏറ്റവും നല്ല എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതായിരിക്കും, സ്ക്രൂ. ഒരു സ്ക്രൂ നമ്മൾ എങ്ങോട്ടാ പിരിക്കുന്ന പിള്ളേരെ? ഇങ്ങനെയല്ലേ സ്ക്രൂ ഇരിക്കണേ? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ആപ്ലിക്കേഷനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ, എന്നിട്ട് അത് എന്നാന്ന് പറയണം. അവിടെയാണ് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ മൊമെന്റം. വേറൊരു ചാപ്റ്റർ വരുമ്പം അടുത്തൊരു ചാപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന അവിടെ വരുമ്പോൾ ഞാൻ ടോർക്കൊന്നും കൂടെ പഠിപ്പിക്കും. നമ്മൾ ഇവിടെ പഠിക്കുന്ന F=ma എന്നല്ലേ ഫോഴ്സിന്റെ ഇക്വേഷൻ? അതുപോലെ റൊട്ടേഷണൽ മോഷനിലെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ടോർക്ക് R ക്രോസ് P എന്നാണ്. ഇനി മൊമെന്റം ഇൻറ്റു R ക്രോസ് പ്രൊഡക്റ്റ് അവിടെ കിടന്നോട്ടെ, നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട. F=ma പകരം ഇവിടെ ടോർക്കാണ്, അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സ്ക്രൂ, നിങ്ങൾ വീണ്ടും വന്നോ? ഞാനും വന്നു. ഇതെന്നെ പിള്ളേരെ പോയോ? ഇതില് നമുക്ക് പറയാനുള്ളത് അവിടം വരെ എഴുതിയെടുത്തായിരുന്നോ? സ്ക്രൂവിന്റെ കേസ് അല്ലേ? ഒരു സ്ക്രൂ നമ്മൾ പിരിക്കുന്ന എങ്ങോട്ടാ പറഞ്ഞേ? ഇങ്ങനെ ഈ ഡയറക്ഷൻ അല്ലേ? അതായത് ഈ ഡയറക്ഷൻ അല്ലേ? നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാവൂല. സ്ക്രൂ പോകുന്നത് എങ്ങോട്ടാ? പക്ഷെ തുളഞ്ഞു താഴേക്കല്ലേ? അപ്പൊ ഒരു റൊട്ടേഷൻ മോഷൻ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി മൊമെന്റം അല്ലെ, വെലോസിറ്റി അല്ല, തള്ളലല്ലേ പോയത് എങ്ങോട്ടാണ്? ഈ റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതിന് ഞാൻ എപ്പോഴും പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്ക്രൂ. റൊട്ടേഷൻ ഓഫ് എ സ്ക്രൂ. നമ്മളിങ്ങനെ പിരിച്ച് വലത്തോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്ക്രൂ മുറുകി മുമ്പോട്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെയും? കഥകിന്റെ വിജാഗിരി, ഹിഞ്ചസ് എന്ന് പറയും, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഹിഞ്ചസ്. നമ്മൾ ലീനിയർ ആയിട്ട് തള്ളും, പക്ഷെ കഥകോ റൗണ്ട് ആയിട്ട് മോഷൻ. ദെൻ സ്ക്രൂ, the rotation of the planets, rotation of the moon, everything's around its axis of rotation, that is as angular momentum. ഇത് ഞാൻ എന്തിനാ വരച്ചതെന്ന് ചോദിച്ചാൽ, there is a rule, right hand grip rule. ഏതാണ്? വലത് കൈ പെരുവിരൽ നിയമം. നമ്മൾ കഴിഞ്ഞ വർഷം ഫിസിക്സിൽ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡിലും അത് പഠിച്ചത്. വലത് കൈയുടെ പെരുവിരലെടുത്ത് ഞാൻ ഇങ്ങനെ വെച്ച്, കണ്ടോ? ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്. ദ മോഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കേൾഡ് ഫിംഗേഴ്സ്, ദെൻ മൊമെന്റം ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ സ്ക്രൂ. ഇതല്ലേ തല തിരിച്ച് പിടിച്ചപ്പം കണ്ടേ? ഇങ്ങനെ തിരിച്ച് എങ്ങോട്ട് പോകും? താഴേക്ക് പോകും. ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് പോരും? മുകളിലോട്ട് പോരും. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ.
right hand thumb rule. That means in our right hand, curled the fingers except thumb. Thumb ഒഴികെയുള്ളത് ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ the curled fingers, നിങ്ങൾ ഇത് തന്നെ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി കേട്ടോ, വേറെ വാക്കൊക്കെ ചുമ്മാ കറൂഡ് എന്നൊക്കെ എഴുതുന്ന the curled fingers gives the direction of rotation or motion. ശരിയല്ലേ? And then the direction of thumb gives the direction of angular moment. ക്ലിയർ അല്ലേ? ആ റൂള് കിട്ടിയില്ലേ? അപ്പം സ്ക്രൂവ്, ഹിഞ്ചസ്, ഇത് ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചാലും എല്ലാം ആംഗുലാർ മൊമെന്റം ആണ്, അല്ലെ റൊട്ടേഷണൽ മോഷനാണ്. റൊട്ടേഷണൽ മോഷൻ ഏത് ഡയറക്ഷൻ ആണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സർക്കുലാർ മോഷൻ എടുക്കുക. നമ്മൾ കല്ല് കെട്ടി, നൂലെ കല്ല് കെട്ടി വട്ടയിട്ട് കറക്കും. അപ്പൊ എന്തുകൊണ്ടാ പിള്ളേർ ഈ കല്ല കൃത്യം വട്ടത്തിൽ കറങ്ങണേ? അറിയില്ല. നന്നായി. ഒരു വട്ടത്തിൽ കറങ്ങി കഴിയുമ്പം ഇതിനെ പുറത്തോട്ട് തെറിച്ചു പോകാനൊരു സാധ്യതയില്ലേ, ടെൻഡൻസി ഇല്ലേ? നൂലെ കെട്ടി കറക്കുമ്പം ഏതൊരു പോയിന്റ് വന്നാലും തെറിച്ചു പോകാനൊരു സാധ്യതയുണ്ടല്ലേ? അപ്പൊ തെറിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ഫോഴ്സ് അതിനുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ സെന്ററിൽ നിന്ന് ഒരു നൂല് കെട്ടി ഇവനെ വലിച്ചു പിടിച്ചേക്കുക. അപ്പൊ ഇവനാണെങ്കിൽ അങ്ങനെ തെറിച്ചു പോകാനൊട്ട് പറ്റുന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു നൂല് കെട്ടി ഇതിന്റെ അറ്റത്ത് ഇവിടെ ഒരു കല്ല് കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ കല്ലാണ് ഞാൻ കയ്യിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറത്തോട്ട് പോകാനുള്ള ഫോഴ്സ് എത്രയാണോ ആ കൃത്യമായ ഫോഴ്സ് ഞാൻ എൻ്റെ കൈക്കകത്തുനിന്ന് വലിച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് പുറത്തോട്ടും പോകാത്തത്, അകത്തോട്ടും പോകാത്തത്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ അകത്തോട്ടൊരു ബലം എൻ്റെ കൈകൊണ്ട്, വിരലുകൊണ്ട് ഇതാ ഇങ്ങോട്ട് വലിച്ചു പിടിക്കും അല്ലേ, ടുവേർഡ്സ് എ ഇൻസൈഡ്. അതുപോലെ ഈ ബോഡി എന്നാ ചെയ്യും? കറങ്ങുന്ന ബോഡി പുറത്തോട്ട് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പുറത്തോട്ട് തെറിച്ചു പോകുന്ന ഫോഴ്സിനെ സെൻട്രിഫ്യൂവൽ ഫോഴ്സ് എന്നും അകത്തേക്കുള്ളതിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നും പറയും. അപ്പൊ ചോദിക്കും, സണ്ണിന് ചുറ്റും ഭൂമി എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായി ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ കറങ്ങുന്നത്? കെപ്ലേഴ്സ് ലോ എന്ന് പറയുന്ന ഗ്രാവിറ്റേഷൻ വേറെ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് കറങ്ങുന്നതിന്റെ കാരണം ഇതാണ്. ഈ എർത്തിന് ഉള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു ആയിരിക്കും സെൻട്രിഫ്യൂവൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? എപ്പോഴെങ്കിലും അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അകത്തേട്ട് വലിക്കുന്ന കൂടിക്കഴിഞ്ഞാൽ അകത്തോട്ട് വന്നു വീണം. അപ്പം ഏതെങ്കിലും ഒരു ബോഡി കറങ്ങുവാണെങ്കിൽ അതിനകത്തോട്ടും ഒരു ഫോഴ്സ് ഉണ്ട്, പുറത്തോട്ടും ഉണ്ടൊരു ഫോഴ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന രണ്ട് പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂവൽ ഫോഴ്സ്. ഇനി ഒരു ഡെറിവേഷൻ, ഞാൻ പറഞ്ഞ ഡെറിവേഷൻ ഇതാണ്. ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ചോദിക്കും പരീക്ഷയ്ക്ക്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അതിന്റെ വാല്യൂ എ ആണെങ്കിൽ അത് വെലോസിറ്റി ഡെൽറ്റ വെലോസിറ്റി ബൈ ഡെൽറ്റ ടി, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ സമയം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് mv²/r. വെരി വെരി ഇതൊന്ന് പഠിച്ചിരുന്നേക്കണം.
ഇത് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ എ സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കേട്ടോ. ഞാൻ അതാണ് പറഞ്ഞത്, അതൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mv² by r, വെരി വെരി ഇമ്പോർട്ടൻറ്റ്.